കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇന്ന് തലസ്ഥാനത്ത് രാവിലെ ബി.ജെ.പി. ജില്ലാ ഓഫീസിലും തുടർന്ന് സംസ്ഥാന ഓഫീസിലും അദ്ദേഹം സന്ദർശനം നടത്തും. കേന്ദ്രമന്ത്രിയെ സ്വീകരിക്കാൻ വിപുലമായ ആഘോഷങ്ങളാണ് തലസ്ഥാന ജില്ലയിൽ ഒരുങ്ങുന്നത്. ഇവരുമായി ശാലിനി ചേരുകയാണ്. ശാലിനി, മന്ത്രിപദത്തിലെത്തിയ ശേഷം ആദ്യമായി തലസ്ഥാനത്തെത്തുന്ന സുരേഷ് ഗോപിക്ക് ഊഷ്മളമായ സ്വീകരണം നൽകാനാണ് അനന്തപുരി ഒരുങ്ങിക്കഴിഞ്ഞത്. ഏകദേശം എത്ര മണിക്കായിരിക്കും അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തിച്ചേരുക? സുരേഷ്, അനന്തപുരിയിലേക്കുള്ള ആദ്യ വരവാണ്. കേന്ദ്രമന്ത്രിയായതിനു ശേഷമുള്ള ആദ്യ വരവാണ് സുരേഷ് ഗോപിയുടേത്. സ്വാഭാവികമായും അത്ര തന്നെ സന്തോഷത്തിലും ആത്മവിശ്വാസത്തിലും ഒക്കെയാണ് എന്റെ ക്യാമ്പുകളുമുള്ളത്. സ്വാഭാവികമായും ആഘോഷവും ആ തരത്തിൽ തന്നെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. രാവിലെ 9:00 തിരുവനന്തപുരത്തെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ബി.ജെ.പിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ സുരേഷ് ഗോപി എത്തും എന്നുള്ളതാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത്. തൊട്ട് പിന്നാലെ തന്നെ 10 മണിയോടുകൂടി സംസ്ഥാന ഓഫീസിലും സുരേഷ് ഗോപി എത്തുന്നുണ്ട്. കേന്ദ്രമന്ത്രി ആയതിനു ശേഷമുള്ള ആദ്യ വരവാണ്. സ്വാഭാവികമായും ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃത്വവും ജില്ലാ നേതൃത്വവും സുരേഷ് ഗോപി സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളെല്ലാം തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. 9:00 തന്നെ അദ്ദേഹം എത്തും. ബി.ജെ.പിയുടെ വിവിധ മോർച്ച പ്രവർത്തകർ, ഒപ്പം തന്നെ ബി.ജെ.പി യുവമോർച്ച പ്രവർത്തകരടക്കമുള്ളവർ വലിയ രീതിയിലുള്ള സ്വീകരണമാണ് ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. കണ്ണൂരും കോഴിക്കോടും തൃശ്ശൂരും ഒക്കെ നൽകിയിട്ടുള്ള ആവേശജനമായ സ്വീകരണം. സ്വാഭാവികമായി കേരളത്തിൽ ലോക്സഭയിലേക്കൊരു താമര വിരിയിക്കാൻ സുരേഷ് ഗോപി കഴിയുന്നതിന്റെ സ്വാഭാവികമായും അതിന്റെ സന്തോഷവും ആത്മവിശ്വാസവും ഒക്കെ ഈ ഒരു ആഘോഷത്തിൽ പ്രകടമാകും എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാനത്ത് എത്തുമ്പോൾ കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള നിർണായക കാര്യങ്ങളിൽ പ്രതികരണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിൽ മാധ്യമങ്ങൾ അത്തരത്തിലും ഉള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നത്. എന്തായാലും കേന്ദ്രമന്ത്രിയായ ശേഷമുള്ള ആദ്യ വരവ് അനന്തപുരിയിലേക്ക് ഉള്ള വരവ് ഏറെ ചർച്ചയായിരുന്നുകൂടിയാണ്. കേന്ദ്രമന്ത്രിയാകുമോ അല്ലയോ എന്നൊക്കെയുള്ള ചർച്ചകൾ നടക്കുമ്പോഴാണ് അവസാന നിമിഷ സത്യപ്രതിജ്ഞ ചടങ്ങുകൾക്കും മറ്റ് നടപടികൾക്കുമായി അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് പോയത്. ഇന്നലെ രാത്രിയോടുകൂടി സുരേഷ് ഗോപി തലസ്ഥാനത്ത് എത്തിയിട്ടുമുണ്ട്. രാത്രി 10 വന്ദേ ഭാരത് ട്രെയിനിലാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തിയത്. രാവിലെ വിവിധ ക്ഷേത്രങ്ങളിൽ ദർശനമൊക്കെ നടത്തിയതിനു ശേഷമാണ് 9:00 ബി.ജെ.പിയുടെ ജില്ലാ ആസ്ഥാനത്തേക്ക് എത്തുന്നത്. അതിനുശേഷം ജില്ലാ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിനെ ഇവിടെ സ്വീകരിച്ചതിനു ശേഷം സംസ്ഥാന ഓഫീസിലേക്ക് അദ്ദേഹം എത്തും. സംസ്ഥാന ഓഫീസിൽ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അടക്കമുള്ളവർ ഈ ചടങ്ങിൽ പങ്കെടുക്കും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അവിടെയായിരിക്കും ഒരുപക്ഷെ മാധ്യമങ്ങളോട് അദ്ദേഹം സംസാരിക്കുക എന്നുള്ളതാണ് നമ്മൾ അറിയാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള വരവേൽപ്പ് തന്നെയാണ് കേന്ദ്ര സഹമന്ത്രിക്ക് വേണ്ടി തലസ്ഥാന ജില്ലയിൽ എത്തിയിട്ടുള്ളത്. വിവിധ പൗരപ്രമുഖർ, രാഷ്ട്രീയ പ്രമുഖർ അടക്കമുള്ളവരെയും അദ്ദേഹം ഈ മണിക്കൂറിൽ സന്ദർശിക്കുമെന്നതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. സുരേഷ്, കേന്ദ്രമന്ത്രി പദത്തിലെത്തിയ ശേഷം സുരേഷ് ഗോപി ആദ്യമായി അനന്തപുരിയുടെ മണ്ണിൽ അതിവിപുലമായ ഒരുക്കങ്ങളാണ് അദ്ദേഹത്തെ സ്വീകരിക്കാൻ തലസ്ഥാനത്ത് ഒരുങ്ങിക്കഴിഞ്ഞത്. രാവിലെ ബി.ജെ.പി. ജില്ലാ ഓഫീസിലും തുടർന്ന് സംസ്ഥാന ഓഫീസിലും അദ്ദേഹം സന്ദർശനം നടത്തും. വിവിധ ക്ഷേത്രങ്ങളും അദ്ദേഹം ദർശനം നടത്തും. ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.